കാല് വെട്ടും എന്നാണ് ദ്വയാർത്ഥം. ഞാൻ കാല് വെട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു. അതുകൊണ്ട് ഇപ്പം ഞാൻ എറണാകുളത്തേക്കാണ് സത്യത്തിൽ എനിക്കിന്ന് രാത്രി പോകേണ്ടത് ഡൽഹിയിൽ നിന്ന്. ഞാൻ ഇപ്പോൾ പേടിയുണ്ട് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. കാരണം എയർപോർട്ടിൽ എന്ത് വല്ലതും ഇറങ്ങിയാൽ എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കാല് ഓർഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇതിപ്പോൾ ഈ വെപ്പ് കാലുണ്ടല്ലോ, അങ്ങനത്തെ 2 കാല് ഓർഡർ ചെയ്യാൻ വേണ്ടി ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം വന്ന് വെട്ടിക്കൊണ്ടുപോകുന്ന ഇടതാണോ വലതാണോ അറിയില്ലല്ലോ. ഏത് കാലാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാല് വാങ്ങി വെച്ചാൽ മതി. അപ്പോൾ അത് പോട്ടെ. അതുകൊണ്ട് ഇനിയിപ്പോൾ എറണാകുളം വഴി കൂടി പോകാൻ കഴിയില്ല. MC റോഡ് വഴി തിരിഞ്ഞൊക്കെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും. അത് നമുക്ക് നോക്കാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് എറണാകുളം DCC സെക്രട്ടറി ഉണ്ട്, ഒരു സൗമ്യ. അവരവിടെ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ്. അവരുടെ ഒരു പരാതി എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് തരാം. അങ്ങനെ പരാതി എന്താണെന്ന് വെച്ചാൽ ഈ DCC ജനറൽ സെക്രട്ടറിയായ SC വിഭാഗത്തിൽപ്പെട്ട ഒരു സാധു സ്ത്രീയാണ്. അവരെ കോൺഗ്രസിൻ്റെ 2 നേതാക്കന്മാർ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായും മാനസികമായും തോണ്ടലും പിടിക്കലും വിഷയങ്ങളുമായി വേണ്ടാത്തരങ്ങൾ പറഞ്ഞു. പലതവണ ഈ സാധു സ്ത്രീ അവരെ വാൺ ചെയ്തു. ഒരു രക്ഷയില്ലാതെ ഈ പറയുന്ന ചങ്ങാതിനോട് DCC പ്രസിഡന്റ് പരാതി പറഞ്ഞു. ഒരു നിവൃത്തി ഉണ്ടായില്ല, ഒരു പരിഹാരം ഉണ്ടായില്ല. അവസാനം അവർ പരാതി എഴുതി അയച്ചു. ആ പരാതി എന്താ നിങ്ങൾക്ക് നൽകാം. അപ്പോൾ പരാതി എഴുതി അയച്ചിട്ട് ഒരു തീരുമാനമില്ല. ഈ ചങ്ങാതിനെ ഈ സഹോദരി വിളിച്ചാലും ഫോൺ എടുക്കില്ല. ആര്? DCC പ്രസിഡന്റ്. സാമൂഹ്യ പ്രതിബദ്ധത നാട് നന്നാക്കി ഇറങ്ങിയാണല്ലോ. എന്തൊക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ. എന്നിട്ട് ഇവർ നിവൃത്തികേട് കൊണ്ട് എന്ത് ചെയ്തു? സ്വകാര്യമായി DCC പ്രസിഡന്റിന് കൊടുത്ത ഈ മെയിൽ വഴി കൊടുത്ത പരാതി ഇവർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെടുത്ത് ഗ്രൂപ്പിലിട്ടു. ഇതൊക്കെ ഇപ്പോൾ 2 ആഴ്ച മുമ്പത്തെ കാര്യങ്ങളാണ്, 2-3 ആഴ്ച മുമ്പത്തെ കാര്യമാണ്. അങ്ങനെ സംഗതി പുറത്തായി, നിവൃത്തിയില്ലാതെയായി. അപ്പോൾ ഷിയാസിൻ്റെ 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഗുണ്ടകളാണ് ഈ പീഡിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ചങ്ങാതിയുടെ നടപടി എടുക്കാൻ തയ്യാറാവാത്തത്. പിന്നെ നടപടി എടുക്കേണ്ടവൻ്റെ കാര്യം ഞാൻ വേറെ പറയാം, കാര്യം ഷിയാസിൻ്റെ കാര്യം തന്നെ. അങ്ങനെ എന്തായി? നിർബന്ധിത സാഹചര്യം വന്നു. കഴിഞ്ഞ 18-ാം തീയതിയോ മറ്റോ കോതമംഗലം PWD റെസ്റ്റ് ഹൗസിൽ ഇവരെ വിളിച്ചു വരുത്തി, ഈ സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും വിളിച്ചു വരുത്തി. ഷിയാസ് അവിടുത്തെ ഭാരവാഹികളെല്ലാം കൂടെ കൂടിയിട്ട് ഇത് ചർച്ച ചെയ്തു. ചർച്ച ചെയ്തപ്പം ഇവർ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ പരാതി പിൻവലിക്കണമെന്നാണ് ഇവരാവശ്യം. പരാതി പിൻവലിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ അവിടെ ഏതോ 2 പഞ്ചായത്തിൽ ബൈ ഇലക്ഷനോ എന്തോ വരാൻ പോകുന്നുണ്ട്, കോടതിയിൽ നിന്നോ ഓർഡർ വരാൻ പോകുന്നു. അപ്പോൾ അവർക്ക് അനുകൂലമായ വിധി വരും. അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവേണ്ടത് നീയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇന്ന് ഇങ്ങനത്തെ കാര്യത്തിൽ പോകരുത്, പരാതി പിൻവലിക്കണം എന്നുള്ള സ്റ്റാൻഡ് ആരെടുത്തു? DCC പ്രസിഡന്റ് എടുത്തു. അപ്പോൾ അത് നടക്കില്ല എന്ന് പറഞ്ഞു അവർ. അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താകാതെ ഞാനിതിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അവർ ചോദിച്ച ചോദ്യമുണ്ട്. ഞാനിപ്പോൾ അവരും ആ സഹോദരിയായിട്ട് ഞാൻ സംസാരിച്ചു നേരിട്ട് ഫോണിൽ. അരമണിക്കൂറോളം ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, അവർ ഷിയാസിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ഭാര്യ അടുത്താണ് വേറെ ആരെങ്കിലും ഇങ്ങനെ പെരുമാറിയതെങ്കിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കും? അത് പോട്ടെ, പാർട്ടിയാണെന്ന് പറയോ എന്ന് ഈ സഹോദരി ഈ പറയുന്ന ഈ ചങ്ങാതിയോട് ചോദിച്ചു, ഈ ഷിയാസിനോട്. മനസ്സിലായോ? അതിന് മറുപടിയില്ല. അപ്പോൾ ആദ്യം കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിത്തരാം, ഭാവിയിൽ നിങ്ങൾക്ക് ഭാവിയുണ്ട്, MLA ആവും എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ആ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് അവർ നിന്നില്ല. അതിന് നിൽക്കാതെ അവർ ശക്തമായി നിന്നപ്പം പിന്നെ ഒരു ഭീഷണി സ്വരത്തിലാണ് ഷിയാസ് സംസാരിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇത് നീയൊക്കെ പരാതിയായിട്ട് നടക്കുക, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളത്, നമുക്ക് കാണിച്ചു തരാം എന്നുള്ള ഒരു സ്വരത്തിലാണ് ഈ സ്ത്രീയെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കുക. ആ സ്ത്രീയോട് നിങ്ങൾ ചോദിക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 20 മിനിറ്റ് മുമ്പ് പറഞ്ഞ, അരമണിക്കൂർ മുമ്പ് പറഞ്ഞ കാര്യങ്ങളായി പറയുന്നത്. അതായത് പീഡന പരാതി പിൻവലിക്കാൻ ഷിയാസ് സ്വാധീനിക്കുക മാത്രമല്ല ഭീഷണിപ്പെടുത്തു. അത് ഭീഷണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലും ചല്ലുന്നല്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, നമുക്കൊന്ന് കാണാം. അല്ല, അങ്ങനെ മതിയല്ലോ. അല്ല, നിന്നെ കൊല്ലുമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ അവരോട് ചോദിക്കണം. അങ്ങനെ അവിടുന്ന് അവർ ഇറങ്ങിപ്പോന്നിട്ട് ഞാൻ ചോദിച്ചു, എന്ത് ചെയ്തു? ഇപ്പോൾ അവർ KPCCക്ക് പരാതി കൊടുത്തു. KPCC അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വെച്ചിരിക്കുകയാണ്. അതൊരാഴ്ച കൊണ്ട് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടും. KPCC നടപടി എടുക്കുമെന്നാണ് ആ സാധു വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ കോൺഗ്രസ് നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ ഒരു മിനിറ്റ്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ വലിയ നേതാവ് കോൺഗ്രസ് വിട്ടുപോയിട്ട് എറണാകുളത്ത് സ്ത്രീകളുടെ അവസ്ഥ എന്താണ് കോൺഗ്രസിൻ്റെ അകത്ത് എന്നുള്ളത് അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം.